ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ 2 അതിഥികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഡാഷിനെ കൊണ്ടുവന്ന് ഇത് കോട്ടയത്തു നിന്നാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് പൂവിൻ്റെ പടമൊക്കെ എടുക്കുന്നത് ചേട്ടാ പറഞ്ഞായിരുന്നു മാറിയെന്നോ പട്ടി ഇറക്കുമ്പോൾ ചിലപ്പം തൊടൽ പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ടായിട്ട് ഓടി വന്നാലോ എന്ന് വിചാരിച്ച് ചേട്ടൻ പറഞ്ഞ് മാറിയിരുന്നോണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറിയിരിക്കുന്നതാണ്. അപ്പം ഞാൻ വീണ്ടും വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നെ അവിടെ നിന്ന് കുറേ സമയത്ത് ആംഗ്യം കാണിച്ചിട്ട് പൊടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന പട്ടി നമ്മൾ വിറ്റായിരുന്നു. ഇതിപ്പോൾ ഒരു ഡാഷ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ നമ്മൾ വിട്ടിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ താമര തന്നെ നമ്മൾ വീടിനും എടുത്ത് വെച്ചതാണ്. മുമ്പ് നമ്മൾ കുറേ വിത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലേ പൂത്ത് നിൽപ്പുണ്ട്, മൊട്ടവും നിൽപ്പുണ്ട്. നമ്മളിവിടെ എന്ന് താമര പൂത്താലും എപ്പോഴും മഴയാണ്. കാരണം ഈ താമര പൂക്കുന്ന സമയമാകുമ്പോൾ മഴ പെയ്താൽ പൂവ് മൊത്തം ഇല്ലാതായി പോവും, മൊട്ട് വരെ ഇല്ലാതായി പോവും. ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കൊടുങ്കാറ്റായിരുന്നു. കൊടുങ്കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കൊടുങ്കാറ്റ്. ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഇടി ഭയങ്കര കാറ്റ് കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ ചടികൂട്ടി എണീറ്റുള്ള പറഞ്ഞു. ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്നു. ഞാൻ പെട്ടെന്ന് എണീറ്റ് ജനലോടി നോക്കിയപ്പോൾ ഭയങ്കര കാറ്റും മഴയും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതും ഒരു ജനലൊന്നും ഒരടി എന്ന് വെച്ചാൽ ഞാൻ പേടിച്ചു കേട്ടാ. ഞാൻ വെച്ചാൽ എൻ്റെ കൈകാറ്റും കയറി ഇറുവെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. ഫോണിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചുഴലിക്കാറ്റാണ് കാണട്ടോ ഈ കാറ്റൊന്നും. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കൊടുങ്കാറ്റാണോ ചുഴലിക്കാറ്റാണോ. കാരണം ആകാശത്തൊക്കെ ഇലയൊക്കെ ഇങ്ങനെ വട്ടോട്ട് പറക്കുന്നുണ്ടായിരുന്നു. ആ ഓളം ഉണ്ടല്ലോ, നമ്മൾ തിരമാലയുടെ ഓളങ്ങളൊക്കെ ആകാശത്ത് ഇങ്ങനെ ഓളം അടിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇത്ര ക്ലോസ് ആയിട്ട്. ജനലൊരു നല്ലൊരു തീം കാണാൻ പറ്റും. പിന്നെ അപ്പുറത്തെ പറമ്പിൽ നമ്മുടെ വാഴയൊക്കെ കുറേ കൊടിഞ്ഞു വീണ് കേട്ടോ. പിന്നെ ചേട്ടൻ പറയണേ എടി പെട്ടെന്ന് കൊടുങ്കാറ്റ് ഇങ്ങനെ വീശി വരുന്നുണ്ട്, മാറി ചിലപ്പോൾ മരമൊക്കെ ഒടിഞ്ഞു വീണ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ വെളിയിൽ നിന്ന്. ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് ചേട്ടൻ ആ ഷീറ്റിട്ട സ്ഥലത്തേക്കായിരുന്നു. ഞാൻ പിന്നെ ഭയങ്കര കാറ്റായിട്ട് ഞാൻ വിളിച്ചിങ്ങി കയറ്റിയതാണ്. അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നേനെ. കാരണം ആ ഷീറ്റൊക്കെ ചേട്ടൻ പറഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ വളഞ്ഞു വന്നത്. നമ്മുടെ മുകളിലത്തെ ഷീറ്റ് ആസ്പെറ്റാസ് ആയിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് സാധാ ഷീറ്റായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ വരും. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളും മൊത്തം ചവറെല്ലാം കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഒഴുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചെടികൾക്കൊക്കെ കുറേ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയൊരു വിഷമമെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടൊക്കെ ചിലപ്പോൾ ഇല്ലാതായി പോകുന്ന ചെറിയൊരു പേടിയുണ്ട്. കാരണം നല്ല മഴ പെയ്തില്ലേ. അപ്പം ഞാനും ചേട്ടനും ഇവിടെ നിന്നതെല്ലാം നോക്കുന്നുണ്ട് എന്ത് പറ്റുമോ എന്ന്. അപ്പം അമ്മ പറഞ്ഞ് ശിവരാത്രി ആകുമ്പോൾ എല്ലാ വർഷമുള്ള എന്നെ മോളെ ഈ മഴയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ പട്ടിയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം കറണ്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 2 സുന്ദരികൾ. ഒരു സുന്ദരനും ഒരു സുന്ദരി. എനിക്ക് തോന്നുന്നു ലിവർ കളർ, ചേട്ടൻ പറഞ്ഞത് ലിവർ കളർ ഇനത്തിൽപ്പെട്ടതിന്. അതുകൊണ്ട് ഓരോ ഇനം ഉണ്ട്. ഞാൻ ചോദിച്ചില്ല ഡാഷിൻ്റെ കളറായിരുന്നു വെച്ചപ്പോൾ ഓരോ ഇനം ഉണ്ടടി വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ